എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഎന്നില് ടെക്സ്റ്റ് ആനിമേഷൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന എന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതിനു മുമ്പ് നമ്മൾ വിഎൻ ഓപ്പൺ ചെയ്ത് നമ്മളൊരു പുതിയ പ്രോജക്റ്റ് ആദ്യം തന്നെ ചെയ്യുന്നു. സാധാരണ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്ന് ഇടാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഗാലറി ചെന്ന് എടുത്ത് നമുക്ക് ഇവിടെ ട്യൂട്ടോറിയൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെറിയൊരു 8 സെക്കൻഡ് ഒക്കെ വലുപ്പമുള്ള ഒരു വീഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗാലറി ചെയ്യുന്നു, അത് 16:9 എന്ന റേഷ്യോയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അതിലൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതി കൊടുക്കാം, നമ്മുടെ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റിനനുസരിച്ചുള്ള ടെക്സ്റ്റ്. അപ്പോൾ ഇതൊരു ശരിക്കും മുട്ടുകാട് പാടശേഖരം, അപ്പോൾ ഞാൻ മുട്ടുകാട് പാടി എന്നാണ് നോക്കിയത്. പക്ഷേ ഇച്ചിരി ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുട്ടുകാട് ഒരു സ്പേസ് കഴിഞ്ഞിട്ട് ഇടുക്കി എന്ന് എഴുതിയത്. ഈ ഒരു ടെക്സ്റ്റിനെയാണ് നമ്മൾ ഇന്ന് ആനിമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്ന ഈ കൊച്ചു വീഡിയോയിൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഒക്കെ എഴുതണേ. അപ്പോൾ ലൈക്കും ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ താല്പര്യ കൂട്ടുകാർക്കൊക്കെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഫോണ്ടിന്റെ സൈസൊക്കെ മാറ്റുന്നുണ്ട്, അതേതാ നിങ്ങൾ കണ്ടല്ലോ. ഫോണ്ട് സൈസും കളറും ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ഇവിടെ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ബോൾഡ് ആക്കിയിട്ട് അതിൽ യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് കളറ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ എൻഡിൽ ഞാൻ കാണിച്ച ഇൻപുട്ട് ടൈറ്റിൽ ഡിലീറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിന് കാണാൻ വേണ്ടി വലതുവശത്ത് അതിൻ്റെ എന്തൊക്കെയോ ഞാൻ ടൂൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ ടെക്സ്റ്റ് ചെയ്തതിൽ സ്റ്റാർട്ടിങ്ങിലും ഒരു 1/4 ഭാഗം എത്തുമ്പോഴൊരു ഓരോ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ കീ ഫ്രെയിമിൽ നമ്മളൊരു മാസ്കിംഗ് ആണ് ചെയ്യുന്നത്. മാസ്ക് ഫസ്റ്റ് കാണുന്ന ലൈനർ മാസ്ക് ആണ്. എന്നിട്ട് അത് നേരെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതിയേക്കുന്ന ടെക്സ്റ്റ് എന്താണോ ടെക്സ്റ്റിന്റെ ഏറ്റവും ആദ്യം കൊണ്ടുവന്ന് വെക്കും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഉപയോഗിച്ചേക്കുന്ന മാസ്കിംഗ് ആണ്. ഈ മാസ്കിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യുന്നത്, ഈ ടെക്സ്റ്റ് ആനിമേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലും വെച്ചു, ഫസ്റ്റ് കീ ഫ്രെയിമിൽ മാസ്ക് ചെയ്തു, രണ്ടാമത്തെ കീ ഫ്രെയിമിൽ ഇതേ മാസ്കിങ് തന്നെ എൻഡിൽ കൊണ്ടുവെക്കുവാണ് കേട്ടോ. ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് എൻഡിങ്ങിൽ കൊണ്ടുവന്ന് വെക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് ചെയ്ത് തീർന്നിട്ടില്ല, കുറച്ച് സിമ്പിളാട്ടോ. ചെറിയ ഇത്രയും പറഞ്ഞ് ചെയ്യുമ്പോഴാണ് ഇത് ലെങ്ത് ഇച്ചിരി കൂടി. നമുക്കൊരു 2 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാവുന്ന ഒരു വീഡിയോ ആണ്. ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് അതുണ്ടോ. ഇപ്പോൾ ഒരു പ്ലേ ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് ഇങ്ങനെ എഴുതി വരുന്ന രീതി വന്നു. ഇത് അത്യാവശ്യം എളുപ്പത്തിൽ ചെയ്യാം. ഇതിൽ വേറൊരു സംഭവം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് വീണ്ടും ഒരു ടെക്സ്റ്റ് നമ്മൾ ചെറിയൊരു കർവ് ലൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ആനിമേഷൻ വരാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫോണ്ടിന് വ്യത്യാസവും നിറങ്ങൾ എന്തെങ്കിലും മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ അത് ഇച്ചിരി ലൈറ്റായി പോയതുകൊണ്ട് ഞാൻ പഴയ യെല്ലോ കളർ തന്നെയാണ് പിടിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. ഈ കളർ ഫോണ്ടിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഈ വിഎന്നിലുണ്ട്. ഈ സിമ്പിളാണ്. ഫോൺ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നവർക്ക് സിമ്പിൾ ഒരു ആപ്പാണ് വിഎൻ എന്ന് പറയുന്നത്. ഞാൻ വിഎന്നിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ ഇനി കുറച്ച് പരിപാടിയുണ്ട്. അപ്പം വീണ്ടും ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ ക്യാരക്ടറാണ് കൊടുക്കുന്നത്. ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു സ്പേസർ ഇട്ടിട്ട് സെയിം കളർ തന്നെയാണ് എടുക്കുന്നത്, ഫോണ്ടും സെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ടത് നമ്മൾ ഇതിനെ നേരെ മൂവ് പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് റൈറ്റ് സൈഡിൽ ഇപ്പോൾ കണ്ടോ, പൊസിഷൻ വെച്ചിട്ട് ഇതിനെ ആദ്യമേ കൊണ്ടുവെക്കുകയാണ്. ഈ സെപ്പറേറ്റിനെ ആദ്യമേ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. 10x ഇടുവാണെങ്കിൽ പെട്ടെന്ന് നിൽക്കും. അപ്പോൾ പൊസിഷൻ ചെയ്ത് വെക്കുവാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലെറ്റർ എഴുതി വെക്കാനായിട്ട് ആദ്യം എഴുതി വെക്കുന്നു. പിന്നെ കുറച്ച് അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് മുന്നോട്ട് വരുന്നു. അപ്പോൾ അതിന്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ കണ്ടോ കേട്ടോ. ഞാൻ വിഎന്നിൽ എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്, 2-3 വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നല്ല അത്യാവശ്യം
നല്ല അത്യാവശ്യം നമുക്ക് VN-ൽ തന്നെ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോകളൊക്കെയാണ് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് മൂവ് ചെയ്ത് പൊസിഷൻ മാറ്റി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു 4-5 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മളിത് ചെയ്യുവാണ് മുന്നോട്ട്. അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ നമ്മുടെ ജോലി ഇവിടെ കൊണ്ട് തീർന്നു. ഇത്രേ ഉള്ളൂ ഇന്നത്തെ VN-ലെ എഡിറ്റ്. ഇതിന്റെ ഔട്ട്പുട്ട് റിസൾട്ട് ഇതിന്റെ എൻഡിങ്ങിലും സ്റ്റാർട്ടിങ്ങിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.